സെബാസ്റ്റ്യൻ വാനിക്കൊക്കെ സംവിധാനം ചെയ്ത് സുഹൈല യാക്കോബ് പ്രധാന വേഷത്തിൽ വന്ന ഈവിൾ ഡെഡ് ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും പുതിയ പടമാണ് ഈവിൾ ഡെഡ് ബേൺ. ഞാൻ ഈ 1981 87 അറിഞ്ഞുകൂടാ, ഒന്നാണോ രണ്ടാണെന്ന് ഉറപ്പില്ല, സാം റൈമിയുടെ ഈവിൾ ഡെഡ് കണ്ട് പേടിച്ചതുപോലെ ഒരു പടവും കണ്ട് പേടിച്ചിട്ടില്ല. ആ സമയം അങ്ങനെയാണ്, പ്രായം അങ്ങനെയായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ സാധനം, മറ്റേ കൈയൊക്കെ വന്ന് നിന്നിട്ട് കൈയൊക്കെ ഇവൻ്റെ കൈ തന്നെ അവനെ ആക്രമിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഒരുത്തന്നെ, ആ ഒരു സാധനം കിണ്ണ സാധനമായിരുന്നു. ആ സമയത്ത് ടെക്നോളജി വെച്ചിട്ട് അവന്മാർ പണി വെച്ചിരിക്കുന്ന സിനിമ. സാം റൈമീൻ്റെ ഏറ്റവും പുതിയൊരു പടം സെൻഡ് ഹെൽപ്പ്, നല്ല കിടിലൻ പടമാണ് കേട്ടോ. കാണാത്തൊരു കണ്ടോ, OTT ആമസോൺ പ്രൈമിലായാലും ഉണ്ട്. ആമസോൺ പ്രൈമിൽ നിന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കിടിലൻ പടമാണ്. അപ്പോൾ ഇത് ഇദ്ദേഹത്തിൻ്റെ ഈവിൾ ഡെഡിൻ്റെ ആദ്യത്തെ പടമാണ്. ഇതിന് മുമ്പേ കഴിഞ്ഞ വർഷം എങ്ങാണ്ട് ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പടം പക്ഷേ എനിക്ക് ഒരു ക്ലീഷെയ്ഡായിട്ടുള്ളതിൽ വളരെ പുതുമയൊന്നും ഇല്ലാത്ത, ബ്ലഡ് ഷെഡ് തന്നെ, ബ്ലഡ് അവസാനം ബ്ലഡ് കണ്ട് മടുത്ത ഒരു അനുഭവമായിരുന്നു. അതും വെച്ച് നോക്കുമ്പം ഇത് അതിനേക്കാൾ ഒരുപാട് ഫാർ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇതിൻ്റെ കഥയും മറ്റേ പരിപാടി തന്നെ, മറ്റേ ബുക്ക് ഓഫ് മറ്റേ ഡെത്ത് ഉണ്ടല്ലോ, അവിടെ എടുത്ത് വെച്ചിട്ട് അതിൽ പുതിയ ഇപ്പോൾ ഒരു ആയുധത്തിൻ്റെ പരിപാടി കൂടി വന്നിട്ടുണ്ട്. പക്ഷേ കഥ അത് തന്നെ, ഒരു ഫാമിലിയെ അറ്റാക്ക് ചെയ്യുന്നു, അതിൻ്റെ സർവൈവലുണ്ടോ ഇല്ലയോ ഇതൊക്കെ തന്നെ. പക്ഷേ ഇതിൻ്റെ ഗോർ സീൻസ്, വയലൻസ്, ഇതിലെ കില്ലിങ്സ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിഫൻസ്, ആ സമയത്ത് വയലൻസ് യൂസ് ചെയ്തിരിക്കുന്നത് അതിൽ കുറേ പുതുമ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പലത് നമ്മൾ ഇങ്ങനെ ആക്കുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കാണാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ത്രൂ ഔട്ട് പടം എൻഗേജിങ് ആണ്, ഒരിടത്ത് ലാഗ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പടം തുടക്കത്തിൽ തന്നെ ഒരു കായലിൻ്റെ സൈഡിൽ വെച്ചിട്ടുള്ള ഒരു സാധനമുണ്ട്, ബോട്ടിങ്ങിന് പോണത്. ബോട്ടിങ്ങിന് അവൻ്റെ അവസാനത്തെ കണ്ടവാക്കിയിരിക്കും ബോട്ടിങ്ങിന് പോയത്. ഈ പോയ സമയത്ത് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ അതിൽ കുറേ വെറൈറ്റി ഉണ്ടായി. നമ്മൾ ടിപ്പിക്കലായിട്ട് കണ്ടുവരുന്ന കഥയാണെങ്കിൽ പോലും അത് എടുത്തു വച്ചിരിക്കുന്ന വ്യത്യാസമായിരുന്നാൽ മതി. ഞാൻ 4DX കണ്ടത്. ഇതിൽ വരുന്ന ജംസ്കെയറും കാര്യങ്ങളും. അപ്പോൾ അവിടെ തന്നെ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് പീക്ക് സാധനമായിരുന്നു കേട്ടോ ഇത്. പിന്നെ ഫാമിലി എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഫാമിലിക്കകത്ത് തന്നെ കുറേ കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അതിൻ്റെ ഇടയ്ക്ക് ഒരു സൈഡിൽ പറഞ്ഞു പോകണ്ടായിരുന്നു. എന്നാൽ ഈ കാര്യമൊന്നുമില്ല, നമ്മൾ അത് കാണാനല്ലേ ഇരിക്കുന്നത്. അവിടെ ഇതിൻ്റെ ഈ പറഞ്ഞ ഇത് സ്ഥിരം ക്ലീഷേഡ് കഥയാണെങ്കിൽ പോലും ഇതിനകത്തൊരു ലോജിക്കുണ്ട് ഇവർ പറയുന്നത്. അത് പരസ്പരം കണക്റ്റഡ് ആയിട്ട് തന്നെ സിനിമ അവസാനം വരെ പോയിരിക്കുന്നത്. ഒരു ലോജിക്കൽ എററൊന്നുമില്ല. ഇത് അവസാനം ചില കഥാപാത്രങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ സിനിമയ്ക്കകത്ത് തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. നമ്മൾ എന്താണ് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം, പക്ഷേ പടത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. അത് തുടക്കത്തിലുള്ള ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് കറക്റ്റായിട്ട് കണ്ടാൽ അത്രേ, ആ സമയത്ത് മൊബൈൽ തോണ്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇതെന്താണ് ഇത് എന്ന് നമുക്ക് തോന്നും. ഇതിൽ ഒരു വീൽ ചെയർ നടക്കുന്ന ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിക്ക് കിടില സാധനമായിരുന്നു, ഒരു കോമിക് റിലീഫ് അമ്മച്ചിയായിരുന്നു. ബാക്കി മൊത്തം ബ്ലാക്ക് ഷർട്ട് ആടിക്ക് കുറേ വിയേഡ്, നമുക്ക് അയ്യേ എന്ന് തോന്നുന്ന രീതിയിൽ, ഇറിറ്റേഷൻ തോന്നുന്ന രീതിയിലുള്ള വയലൻസ് ഇതിനകത്തുണ്ട്. ഞാൻ പറയല്ല, നിങ്ങൾ കണ്ട് ആസ്വദിക്കുക. നിങ്ങൾക്ക് മറ്റേ ഇതിന് മുമ്പേ ഇറങ്ങിയ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഇത് അതിനേക്കാളും കിടിലായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യത. എനിക്ക് മറ്റൊരു ആവറേജ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. ഈവിൾ ഡെഡ് റിട്ടേൺ അങ്ങനെ എന്തോ ഒരു പടത്തിന് പേര്, ഒരു പെണ്ണിൻ്റെ ടിപ്പിക്കൽ പരിപാടി. ഇതിൽ ബേസിക്കലി ഇതുപോലെ ഒരു ആളൊഴിഞ്ഞ ഒരു വീട്, അല്ല ഒരു ഒറ്റപ്പെട്ടിടക്കുന്ന വീടിനകത്ത് തന്നെ ഈ സാമാനങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് തന്നെ ആ ഒരു ഭയം നമുക്ക് അതുപോലെ തന്നെ ഫീൽ ചെയ്യും. അതുപോലെ ഇതിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ സീറ്റ് എഡ്ജ് സാധനങ്ങളുണ്ട്, അത് വർക്കൗട്ടായിട്ടുണ്ട്. ഇതിൻ്റെ ക്ലൈമാക്സിൻ്റെ അടുപ്പിച്ച് കുറച്ച് കാര്യങ്ങൾ, അതും വെറൈറ്റിയുള്ള പരിപാടിയായിരുന്നു, അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ലൊരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ തന്നിരുന്നത്. പേടി എന്നതിനപ്പുറം പേടിപ്പിക്കുന്ന ജംസ്കെയറൊക്കെ ഞെട്ടിപ്പിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഒരു പ്രേതം എന്നുള്ളൊരു വിരിവിരിപ്പുണ്ടാക്കി നോക്കി. അപ്പോൾ ഒബ്സഷൻ ഞാൻ കണ്ടത്, ഒബ്സഷനകത്ത് ഒരു വിരിവിരിപ്പുണ്ട്, ഇത് അടുത്ത് എന്താവും എന്നുള്ള ഒരു സാധനമുണ്ട്. അങ്ങനെയൊന്നും ഇതിനകത്തില്ല. പക്ഷേ ഇതിലെ ഈ കില്ലിങ്സ്, വയലൻസ് അത് ഭയങ്കര വൃത്തിക്ക് ടെക്നിക്കലി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേക്കപ്പ് ആയാലും അതൊക്കെ എങ്ങനെ, ചില സീനുകളൊക്കെ എങ്ങനെ ചെയ്യുന്നാലും, കാരണം അത് CG ആണെന്നൊന്നും നമുക്ക് ഒട്ടും മനസ്സിലാവില്ല. ക്ലൈമാക്സിൽ എടുത്ത മരണമുണ്ട്, അത് ഇത്തിരി CG ആണെന്നുള്ളത് തോന്നും, പക്ഷേ അതങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോൾ എങ്ങനെ നമ്മൾ പെർഫെക്റ്റായിട്ട് ചെയ്താലും CG ആയിട്ടേ ഫീൽ ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലുള്ള ആൾക്കാരെ കാണിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ ബാക്കി സമയത്തൊക്കെ പക്ക സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ചിലതിനൊക്കെ കാണുമ്പം ഇപ്പോൾ ചില പടത്തിലൊക്കെ പ്രേതം ഉണ്ടെന്നുള്ള ഫീല് മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് എങ്ങാണ്ട് പ്രേതത്തിന് റിവീൽ ചെയ്തു. ഇതിലാദ്യമേ പ്രേതത്തിനെ കാണിച്ച് തന്നെ ഇവർ ചെയ്യുമ്പോഴേക്കും അതിൽ ഭയങ്കര ചലഞ്ചുണ്ട്. കാരണം പ്രേതത്തിനെ കുറേ നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മടുക്കും. എന്ത് ചെയ്യാൻ പോണേ, ഏതൊക്കെയല്ലേ ചെയ്യുള്ളൂ എന്നുള്ള സാധനം വരും. ആദ്യം പ്രേതത്തിന് ഫസ്റ്റ് കാണുമ്പോഴാണ് എൻ്റെ ഇത് കിട്ടുന്നത്. ഇതിലങ്ങനെയല്ല. ഇതിൽ അങ്ങനെ പ്രേതത്തിന് ഒരു
ഇതിൽ സ്ഥിരം ഈ ഒരു സീരീസ് കണ്ടു വരുന്നവർക്കറിയാം, ഈ ഫ്രാഞ്ചൈസി കണ്ടുവരുന്നവർക്കറിയാം ഇതിൽ പ്രേതത്തിന് ഒരു ഫോമല്ല ഉള്ളത്, അത് പല രീതിയിൽ പല ഭാവത്തിൽ വരും. അപ്പോൾ ഞാൻ പേടിയൊന്നും ഗ്യാരണ്ടി ചെയ്യാറില്ല, പക്ഷേ അതിൻ്റെ വയലൻസ് അത്ര കിണ്ണമായിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ കില്ലിങ്സ്, അതിൻ്റെ ബ്രൂട്ടാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ്. പരിപാടി അവരുദ്ദേശിച്ച സാധനം വർക്കൗട്ടായിട്ടുണ്ട് തിയേറ്ററിൽ. ഞാൻ 4DXലാണ് കണ്ടത്, അതുകൊണ്ട് എൻ്റെ എഫക്റ്റ് കുറച്ചുകൂടി കൂടുതലായിരുന്നു. തീർച്ചയായിട്ടും പോയി കാണുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈ സംഭവം മനസ്സിലായില്ല പരിപാടി, അത് അങ്ങനത്തെ പടങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. എന്തരാ വരട്ടെ.